ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹീറോൻ്റെ ഡ്യൂറ്റ് വണ്ടി നമ്മൾ ജനറൽ സർവീസായിട്ട് വർക്കിന് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നിലവിൽ നമുക്ക് അതിനകത്ത് പറഞ്ഞേക്കുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ ജനറൽ സർവീസ് ചെയ്യണം, അതേപോലെ തന്നെ ഓയിൽ ചെക്ക് ചെയ്തിട്ട് ആവശ്യമെങ്കിൽ മാറ്റാം. പിന്നെ വാട്ടർ സർവീസ് പറഞ്ഞിട്ടുണ്ട്. ഫ്രണ്ട് ഫോർക്കിൻ്റെ സൈഡ് ഓയിൽ ലീക്ക് ഉണ്ട്, അപ്പോൾ അതിൻ്റെ കംപ്ലയിൻ്റ് ആയിട്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നിലവിൽ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട്. അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചതാണ്. ബ്രേക്ക് ലൈനറൊക്കെ നമുക്ക് നമ്മൾ കിടക്കുന്നത് കമ്പനി ലൈനറാണ്, പുതിയ ലൈനറാണ്. അപ്പോൾ ബ്രേക്ക് ക്യാമൊന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാനുള്ളൂ ബാക്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ ബാക്ക് വീല് പിടിപ്പിക്കുന്ന ഷാഫ്റ്റാണത്. അതിൻ്റെ ബെയറിങ്ങിൻ്റെ പ്ലേ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ബാക്ക് ടയറായാലും പുതിയ ടയർ കിടക്കണേ, ഹബിൻ്റെ ഭാഗത്ത് വേറെ പറയത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല കേട്ടോ. പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ച് സൈഡൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്ററൊക്കെ നമുക്ക് നോക്കുമ്പോൾ കമ്പനി ഫിൽറ്റർ ഒറിജിനൽ ഫിൽറ്റർ തന്നെ കിടക്കണം, ഹീറോൻ്റെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ്. കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, അത് നമുക്ക് പേപ്പർ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ എയർ അടിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം. നെക്സ്റ്റ് സർവീസിലൊക്കെ നോക്കാം. കൂടുതലായിട്ട് പൊടിയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അടുത്ത സർവീസിൽ നമുക്ക് മാറ്റി കളയാം. പിന്നെ ക്ലച്ച് നമ്മൾ ഫുള്ളായിട്ട് അഴിച്ചിട്ടുണ്ട്, ക്ലച്ച് ഗ്രീസിങ്ങിന് വേണ്ടിയിട്ട് അഴിച്ചാണ്. അപ്പോൾ ക്ലച്ചിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നല്ലോണം ഒന്ന് നമുക്ക് ക്ലീൻ ചെയ്ത് ബ്രഷ് ചെയ്ത് കളഞ്ഞിട്ട് എയർ അടിച്ച് റീസെറ്റ് ആക്കണം. പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, അതേപോലെ തന്നെ ബെൻഡെക്സ് യൂണിറ്റ്, ക്ലച്ച് യൂണിറ്റൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തുകൊണ്ട് അതിനകത്ത് എനിക്ക് തോന്നുന്നു വണ്ടിക്ക് ഓട്ടം കുറവാണെന്നാണ് തോന്നുന്നത്. കാരണം ഈ സൈഡൊക്കെ വീലിൻ്റെ ഈ ഭാഗമൊക്കെ തുരുമ്പിട്ട പോലെ ഇരിക്കുന്നുണ്ട്. ഈ സൈഡൊക്കെ സാധാരണ നമുക്ക് കറക്റ്റായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിക്ക് അങ്ങനത്തെ തുരുമ്പ് സാധാരണ രീതിയിൽ വരാറില്ല. കാരണം ബെൽറ്റ് എപ്പോഴും ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തുരുമ്പിൻ്റെ പ്രസൻസ് വരാറില്ല. അപ്പോൾ തൽക്കാലം നമുക്ക് ഈ ബെൽറ്റ് നോർമൽ വർക്ക് ചെയ്യുന്ന ഭാഗത്ത് കുഴപ്പമില്ല. ഈ സൈഡൊക്കെയാണ് തുരുമ്പിൻ്റെ പ്രശ്നം കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഭാഗത്തൊന്ന് ഉരച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം. പിന്നെ ഇത് അങ്ങനെ ഈ വീലുമ്പോൾ തുരുമ്പിട്ടാനുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ ബെൽറ്റ് പെട്ടെന്ന് കട്ടായി പോകും. ബെൽറ്റ് തേയ്മാനം വന്നിട്ട് ഇത്രയും വീതിയുള്ള ബെൽറ്റാണെന്നുണ്ടെങ്കിൽ അത് തേഞ്ഞ് പെട്ടെന്ന് കുറവായി. കാരണം തുരുമ്പ് വരുമ്പോൾ ഒരു റഫ്നെസ് വരും. അപ്പോൾ റബ്ബർ ബെൽറ്റ് ആയതുകൊണ്ട് തന്നെ റബ്ബർ ടൈപ്പ് ബെൽറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് അത് തേയ്മാനം വന്ന് പോകാറുണ്ട്. ഇതിപ്പോൾ നോർമൽ തേയ്മാനമാണ്, പക്ഷേ തുരുമ്പിൻ്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട് ജസ്റ്റ് ഇന്ന് പറഞ്ഞെന്നുള്ളൂ. പിന്നെ അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ബെൽറ്റ് ഓൾറെഡി സെൻറ്റർ ഭാഗമൊക്കെ പൊട്ടൽ വീണ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉപയോഗം അനുസരിച്ചിട്ട് അത്യാവശ്യം ഓട്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ ബെൽറ്റ് കൈയോടെ മാറ്റി കളയണതാണ് നല്ലത്. എന്തുകൊണ്ടും ബെൽറ്റ് മാറ്റിയിടുന്നതാണ് ബെറ്റർ. കാരണം എല്ലാ ലെഗിൻ്റെ ഉള്ളിൽ കൂടെയും പൊട്ടൽ വീണിട്ടുണ്ട് കേട്ടോ. കാരണം ഇപ്പോൾ നമുക്ക് കൈയോടെയാണെങ്കിൽ നമുക്ക് ആ ബെൽറ്റിൻ്റെ എമൗണ്ട് മാത്രമേ വന്നുള്ളൂ. ഇപ്പോൾ ക്ലച്ച് ഗ്രീസിംഗ് ഒക്കെ ഓൾറെഡി ജനറൽ സർവീസിലുള്ളതുകൊണ്ട് കൂട്ടത്തിൽ കൂടെ ആ ബെൽറ്റ് കൂടി മാറ്റി റീസെറ്റ് ചെയ്യണമായിരിക്കും ബെറ്റർ. അതല്ലെങ്കിൽ പിന്നെ ബെൽറ്റ് പൊട്ടി പിന്നീട് എടുക്കുമ്പോൾ വീണ്ടും എക്സ്പെൻസ് കാര്യങ്ങൾ ചിലവ് വീണ്ടും കൂടുതലായിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൈയോടെ ചെയ്ത് പോകണി അതാണ് ബെറ്റർ കേട്ടോ. ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നോക്കിയിട്ട് വീഡിയോ കണ്ടതിന് ശേഷം നോക്കി റിപ്ലൈ ഇട്ടാൽ മതി. റിപ്ലൈ കിട്ടിയിട്ടാണ് എന്തെങ്കിലും നമ്മൾ ചെയ്യുള്ളൂ. പിന്നെ ക്ലച്ച് യൂണിറ്റൊക്കെ ആയാലും ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റെ ഹെഡിൻ്റെ കവർ ഗ്യാസ്കറ്റൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് വേറെ പറയത്തക്ക ലീക്കേജ് ഒന്നുമില്ല. കാർബേറ്ററിൻ്റെ ഭാഗത്തും നോക്കുമ്പോൾ പറയത്തക്ക ഒരു കംപ്ലയിൻ്റ് ആയിട്ടൊന്നും തോന്നുന്നില്ല. കാരണം മൊത്തം ചെളിയാണ് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഓപ്പണായിട്ടൊന്ന് വാഷ് ചെയ്തത് നല്ലതാണ്. ഈ രീതിയിൽ തന്നെ വാട്ടർ സർവീസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സാധാരണ വാഷ് ചെയ്യുന്ന പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് അതിൻ്റെ പുറമേത്ത ചെളിയൊക്കെയാണ് പോകുള്ളൂ. ഇത് നമ്മളിപ്പോൾ ബോഡി അഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കണ്ടീഷനിൽ കഴുകുകയാണെങ്കിലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലുള്ള ചെളിയെ മൊത്തം പോവും, ക്ലിയർ ആയിക്കോളും. എവിടെയെങ്കിലും പെയിൻ്റോ കാര്യങ്ങളോ ടച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്, വല്ല തുരുമ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൈയോടെ നമുക്ക് പെയിൻറ്റ് ടച്ച് ചെയ്യാനും പറ്റും. പിന്നെ നമുക്ക് ഈ കാർബേറ്ററിൻ്റെ കേസ് പറഞ്ഞല്ലോ. അപ്പോൾ കാർബേറ്റർ നമ്മൾ തൽക്കാലം വേറെ കംപ്ലയിൻസ് ഇല്ലാത്ത സ്ഥിതിക്ക് അഴിക്കാതിരിക്കണതാണ് ബുദ്ധി. ജനറൽ സർവീസിൽ ഓൾറെഡി കാർബേറ്റർ ക്ലീനിങ് ഇല്ല. പക്ഷേ ഞാൻ എടുത്ത് പറഞ്ഞതിൻ്റെ കേസ് ഇപ്പോഴത്തെ ഒരു പെട്രോൾ യൂസേജ് വെച്ചിട്ട് നോക്കുമ്പോൾ ഇപ്പോഴത്തെ പെട്രോൾ എന്ന് പറഞ്ഞാൽ എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോളാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ അത് ഉപയോഗിക്കുന്ന വണ്ടികളുടെ കാർബേറ്ററുകളുടെ അവസ്ഥ നമ്മൾ അഴിക്കുമ്പോൾ ഒട്ടുമിക്കതും ദ്രവിച്ച പോലെയൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ വണ്ടിയുടെ കാർബേറ്ററും കംപ്ലയിൻറ്റ് വരും. അത് എന്നാണെന്നുള്ള കേസിലാണ് നമുക്ക് സംശയമുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി ഒരു 80% വണ്ടികൾ കംപ്ലയിൻറ്റ്സ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് എപ്പോഴേലും നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ നമ്മൾ തൽക്കാലം അഴിക്കേണ്ട, പരമാവധി ഉപയോഗിക്കുക. എന്തെങ്കിലും ഒരു കംപ്ലയിൻ്റ് ആയിട്ട് വന്ന സമയത്ത് ഒന്നുപോലെ സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ആയിട്ടായിരിക്കും, അതല്ലെങ്കിൽ മിസ്സിങ് കംപ്ലയിൻ്റ് ആയിട്ടായിരിക്കും. മേജറായിട്ടുള്ള കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഈ പെട്രോള് ഈ പൈപ്പ് വഴി പുറത്തേക്ക് ഓവർഫ്ലോ ആയിട്ട് പോകും. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ കാർബറേറ്റർ മാറ്റി കളയോ അല്ലെങ്കിൽ അഴിച്ച് ക്ലീൻ ചെയ്യുകയോ മാറ്റുകയോ എന്തും ചെയ്യേണ്ടി വരും. അത് അഴിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് എന്തായാലും വരും കേട്ടോ. അത് അറിഞ്ഞു വെച്ചേക്കാം, എന്തായാലും വരും. കാരണം ഇപ്പോൾ ഒട്ടുമിക്ക വണ്ടികളിലും ഉണ്ട് കംപ്ലയിൻറ്റ്. പക്ഷേ ഇപ്പോൾ നമ്മളതൊന്നും ടച്ച് ചെയ്യുന്നില്ല. പരമാവധി അതിനെ തൊടണ്ട, പരമാവധി ഉപയോഗിക്കുക. കംപ്ലയിൻ്റ് എന്തെങ്കിലും കാണിക്കുമ്പോൾ മാറ്റാൻ കണക്കാക്കിയിട്ട് അഴിക്കുക, എന്നിട്ട് ക്ലീൻ ചെയ്ത് നോക്കാം. കിട്ടുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ഉപയോഗിക്കുക, അല്ലെങ്കിൽ മാറ്റിക്കളയാം. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ഫോർക്കിൻ്റെ ലീക്കേജ് ഉണ്ട്. ഈ സൈഡ് പൈപ്പ് നല്ല ലീക്ക് ഉണ്ട്. മാറ്റുമ്പോൾ നമുക്ക് 2 പൈപ്പിൻ്റെയും ഓയിൽ സീലുകൾ മാറ്റേണ്ടതായിട്ട് വരും. സാധാരണ ഓയിൽ ലീക്ക് കൂടുതലായിട്ട് വരുന്ന സൈഡിൽ നമുക്ക് ആ പൈപ്പിന് സ്ക്രാച്ചസ് കാണാറുണ്ട്. ഇപ്പോൾ നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നണില്ല. ഇത് ഓയിൽ സീൽ മാറ്റാനായിട്ട് അഴിക്കുമ്പോഴാണ് അറിയാനായിട്ട് പറ്റുള്ളൂ പൈപ്പിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ എന്നുള്ളത്. ഉണ്ടെങ്കിൽ നമ്മൾ ആ പൈപ്പും കൂടി മാറ്റാൻ കണക്കാക്കിയിട്ട് വേണം അഴിക്കാനായിട്ട്. പിന്നെ ഫ്രണ്ട് ബ്രേക്കൊക്കെ നമ്മൾ അഴിക്കും. ബ്രേക്ക് വീലും കൂടി അഴിച്ചിട്ട് ക്ലീൻ ചെയ്ത് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുള്ളൂ.
ബാക്ക് വീൽ ഓൾറെഡി ഇപ്പോൾ നമ്മൾ അഴിച്ച് നിർത്തിയേക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഫ്രണ്ട് അഴിക്കാതെ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രണ്ട് കൂടി അഴിച്ചിട്ട് നമ്മൾ ചെയ്യുന്നില്ല. ഫോർക്ക് അഴിക്കുമ്പോൾ ഫ്രണ്ട് അഴിക്കണം നമുക്ക് കേട്ടോ. അപ്പോൾ കൂട്ടത്തിൽ കൂടെ നമുക്ക് ക്ലിയർ ചെയ്ത് പോകാം. പിന്നെ ബാറ്ററി നമുക്കിത് ഇരിക്കുന്നത് 2024 ബാറ്ററിയാണ്. അതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. 12.95 റേഞ്ച് വരെ വോൾട്ട് കാണിക്കുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോൾ 9.55 വരെ വരുന്നുണ്ട്. നിലവിൽ വേറെ പ്രോബ്ലം ഇല്ല, രീതി തന്നെ ഉപയോഗിക്കാം. പിന്നെ നമുക്ക് ഈ സൈഡിലേക്ക് വരുമ്പോൾ സ്പാർക്ക് പ്ലഗ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. നല്ല പ്ലഗ്ഗാണ്, പുതിയ പ്ലഗ്ഗാണ് കേട്ടോ. പിന്നെ ഈ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് മൊത്തം പൊടിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിട്ടേക്കാം. എൻജിൻ ഓയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഓയിൽ നല്ല ഓയിലാണ് കേട്ടോ. അപ്പോൾ ലെവല് പുതിയ ഓയിലാണ്, ലെവലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഓയിൽ മാറ്റേണ്ട ആവശ്യമില്ല, ടോപ്പപ്പിൻ്റെ ആവശ്യം വരുന്നില്ല, ലെവൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ബാക്കിയത്തെ വർക്ക് നമുക്ക് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കാം. അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടുതരാം. അതിനകത്ത് വാട്ടർ സർവീസും പറഞ്ഞത് നിലവിൽ വാട്ടർ സർവീസിൻ്റെ കേസ് സാധാരണ ബോഡി വാഷ് ചെയ്യുമ്പോൾ നമുക്ക് 150 രൂപ കൊടുത്താൽ മതി. ഇതേപോലെ അഴിച്ച് കഴുകുകയാണെങ്കിൽ അഡീഷണൽ 150 രൂപയും കൊടുക്കേണ്ടി വരും. അപ്പോൾ വാഷിങ്ങിന് മാത്രം 300 രൂപ വരും. അപ്പോൾ അത്രയും ചാർജ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് അഴിച്ച് ചെയ്യുമ്പോൾ തന്നെ കവറുകളെല്ലാം കൂടി അഴിച്ച് ചെയ്യുമ്പോൾ താമസം തന്നെ കുറക്കണം. അത് പുറമെ കൊടുത്ത് ചെയ്യേണ്ടതാണ്, നമ്മൾ ചെയ്യണതല്ല. അപ്പോൾ അങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതും കൂടി നമുക്ക് കൂട്ടത്തിൽ ചെയ്യാം. ഇപ്പോൾ ഓപ്പൺ വാഷിംഗ് കണക്കാക്കിയിട്ട് എസ്റ്റിമേറ്റിലും ഉൾപ്പെടുത്തിയേക്കാം. അപ്പോൾ നോക്കിയാൽ ഇനി അതല്ല വേണ്ട സാധാരണ വാഷിംഗ് മതി എന്നുണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ നമുക്ക് അതനുസരിച്ച് അതിൻ്റെ ആ രീതിയിലും ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം. അതനുസരിച്ചിട്ട് വേണം നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇതിൻ്റെ ഒരു കംപ്ലയിൻറ്റ് നമ്മൾ പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ശരിക്കും അതിൻ്റെ എഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് ചെറിയൊരു സൗണ്ട് വ്യത്യാസം ഉണ്ട് കേട്ടോ. അതായത് അതിൻ്റെ ഒന്നോലെ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ബെയറിങ്ങിൻ്റെ പ്ലേ തുടങ്ങിയേക്കണത്, അതല്ലെങ്കിൽ ക്യാം ഷാഫ്റ്റിൻ്റെ ബെയറിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് തുടങ്ങിയത് സ്റ്റാർട്ടിംഗ് ആണ്. ഞാനത് ഫസ്റ്റ് വീഡിയോ എടുത്തപ്പോൾ അതിനകത്ത് പറയാൻ വിട്ടുപോയ കേസാണ്. അത് ഉള്ളിൽ നിന്ന് നമുക്ക് പുറമേ നിന്ന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് കംപ്ലയിൻറ്റ് ഉണ്ട് നിലവിൽ. സൗണ്ട് സ്റ്റാർട്ടിംഗ് ആണ്, നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടോ എന്നറിയില്ല. നിലവിൽ അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് വണ്ടിക്ക് ഉണ്ട്. ഓക്കെ.